റോഡ് സൈഡിൽ മാലിന്യം തള്ളുന്നത് ഫോട്ടോ സഹിതം തെളിവ് നൽകിയ വ്യക്തിക്ക് 2500 രൂപ പാരിതോഷികം നൽകി അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത്. അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് മുന്നിലാണ് ടൂറിസ്റ്റ് വാഹനത്തിലെത്തിയവർ മാലിന്യം വലിച്ചെറിഞ്ഞത്. പഞ്ചായത്തിൽ മാലിന്യം തള്ളുന്നത് വ്യാപകമായതോടെയാണ് മാലിന്യം തള്ളുന്നവരുടെ ഫോട്ടോ നൽകുന്നവർക്ക് പഞ്ചായത്ത് പാരിതോഷികം പ്രഖ്യാപിച്ചത്. അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം ഓഫീസിന് മുൻവശം മാലിന്യം തള്ളിയ ബസിന്റെ ചിത്രമാണ് പ്രദേശവാസി മൊബൈലിൽ പകർത്തി പഞ്ചായത്തിന് അയച്ചുകൊടുത്തത്. പിന്നാലെ അമ്പലവയൽ ഗ്രാമപഞ്ചായത്തിന്റെ നടപടിയുമെത്തി. മാലിന്യം തള്ളിയവർ വന്ന ടൂറിസ്റ്റ് ബസിന് 10,000 രൂപ പഞ്ചായത്ത് പിഴയിട്ടു. മാലിന്യം തള്ളുന്നതിന്റെ ഫോട്ടോയ്ക്ക് 2,500 രൂപ പ്രദേശവാസിക്കും ലഭിച്ചു. മലപ്പുറം തിരൂർ സ്വദേശിയുടെ വാഹനത്തിനാണ് പിഴ ചുമത്തിയത്. വാഹനത്തിൽ എത്തിയവർ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം ഓഫീസിന് മുൻവശം റോഡരികിലിരുന്ന് ഭക്ഷണം കഴിച്ച ശേഷം ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കും അവിടെ തന്നെ ഉപേക്ഷിച്ചു. അതുകണ്ട പ്രദേശവാസി ചിത്രം മൊബൈലിൽ പകർത്തിയതോടെയാണ് മാലിന്യം തള്ളിയവർ കുടുങ്ങിയത്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി അമ്പലവയൽ പഞ്ചായത്തിൽ ഇപ്പോൾ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരുടെ ഫോട്ടോ എടുത്ത് കൃത്യമായ വിവരം നൽകുന്ന ആളുകൾക്ക് 2,500 രൂപ പാരിതോഷികം നൽകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്ന് വന്ന ടൂറിസ്റ്റുകൾ ഭക്ഷണ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ വലിച്ചെറിഞ്ഞത് കൃത്യമായി ഫോട്ടോ എടുത്ത് പഞ്ചായത്തിനെ അറിയിച്ചപ്പോൾ അവരിൽ നിന്ന് ഫൈൻ ഈടാക്കാനും പിന്നെ ഇത് അറിയിച്ച വ്യക്തിക്ക് പാരിതോഷികം നൽകാനും പഞ്ചായത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തദ്ദേശീയർ പഞ്ചായത്തുമായി നന്നായി സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ ടൂറിസ്റ്റുകൾ കൂടി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ സഹകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പഞ്ചായത്തിൽ മാലിന്യം തള്ളുന്നത് വ്യാപകമായതോടെയാണ് മാലിന്യം തള്ളുന്നവരുടെ ഫോട്ടോ നൽകുന്നവർക്ക് പഞ്ചായത്ത് പാരിതോഷികം പ്രഖ്യാപിച്ചത്. ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ണിക്കണ്ണൻ, അക്കൗണ്ടന്റ് സന്തോഷ്, ക്ലർക്ക് മുനീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡാണ് നടപടിയെടുത്തത്. കേരള വിഷൻ ന്യൂസ്, വയനാട്.